തുടരണമെന്ന് പറഞ്ഞു ഇന്നലെ. ഇന്ന് ഇടക്കാല വിധിയിൽ പറഞ്ഞു ഒരാഴ്ചക്ക് അകം നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയാം കേന്ദ്ര ഗവൺമെന്റ്. പക്ഷേ മൗലികമായി വഖഫ് ഘടനയിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ പാടില്ല എന്നും പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ അവകാശങ്ങളെയും അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പുകളെയും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് നാടിന്റെ മേൽ RSSന്റെയും BJPയുടെയും ഇസ്ലാം വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ അജണ്ട അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച BJPക്ക് തുടരെ കിട്ടുന്ന അടിയാണിത്. ഒരു പാഠവും പക്ഷേ BJP പഠിക്കാൻ ഇടയില്ല. RSS പാഠം പഠിക്കാൻ സമ്മതിക്കുന്ന പ്രത്യയശാസ്ത്രമല്ല തുടരുന്നത്. RSS വർഗീയ ഭ്രാന്തിന്റെ ഫാസിസ്റ്റ് ആശയഗതിയാണ്. അതുകൊണ്ട് തന്നെ അന്ധമായ ന്യൂനപക്ഷ വിരോധം, ഇസ്ലാം ക്രിസ്ത്യൻ വിരോധം അത് അതിന്റെ ബഹുമുദ്രയാണ്. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, ഈ വഖഫ് നിയമത്തിന് മറപറ്റിക്കൊണ്ട് ഇന്ത്യയിൽ മുസ്ലിം ക്രിസ്ത്യൻ വൈരം വളർത്താൻ വേണ്ടിയുള്ള BJP അജണ്ട അതും പൊളിഞ്ഞുപോയിരിക്കുകയാണ്. ഒരുപറ്റം ബിഷപ്പുമാരെ താൽക്കാലികമായി BJPക്ക് സ്വന്തം കൂടെ ഏതാനും ദിവസത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റി. പക്ഷേ അത് പൊട്ടിപ്പോയി, ഒരു സോപ്പ് കുമള പോലെ. അത് പൊട്ടിപ്പോയപ്പോൾ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ക്രിസ്ത്യാനികളോട് BJP പറഞ്ഞ എല്ലാ വർത്തമാനങ്ങളും വാഗ്ദാനങ്ങളും പൊളിയാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടു. ഡൽഹിയിൽ കുരിശിന്റെ വഴി എന്ന പ്രദക്ഷിണ ഘോഷയാത്രയ്ക്ക് എങ്ങനെയാണോ BJP ഗവൺമെന്റ് അനുമതി നിഷേധിച്ചത്, അതുപോലെ തന്നെ വഖഫ് വിഷയത്തിലും മുനമ്പംവാസികളെ BJP ഗവൺമെന്റ് കബളിപ്പിച്ചിരിക്കുകയാണ്. BJP എല്ലാ അർത്ഥത്തിലും കബളിപ്പിക്കലിന്റെ പാർട്ടിയാണ്, കാപട്യത്തിന്റെ പാർട്ടിയാണ്, ഭൂരിപക്ഷ വർഗീയ ഭ്രാന്തിന്റെ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഓരോ നീക്കവും ഒന്നൊന്നായി തുറന്നു കാണിക്കപ്പെടുന്നു. അതിന്റെ മുഖംമൂടി ഈ മണ്ണിൽ അഴിഞ്ഞുകൊണ്ട് കിടക്കുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധിയെ സ്വാഗതം ചെയ്യുന്നു. ഈ വിധി വരുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെയും അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന എല്ലാ ആൾക്കാരും പറയുന്നത് പാർലമെന്റിൽ പാസാക്കുന്ന ഒരു നിയമത്തിന് മേൽ ജുഡീഷ്യറിക്ക് ഇങ്ങനെ കടന്നുകയറാൻ സാധിക്കില്ല. ഈ കടന്നുകയറ്റം അത് ജനാധിപത്യത്തിലേക്കുള്ള കടന്നുകയറ്റം എന്നതാണ് ഒരു വിലയിരുത്തലായി പറയുന്നത്. അത് BJPയുടെ പാർലമെന്റ് അംഗമായിരുന്നു. അത് BJPയുടെ വാദമാണ്. BJP തരാതരം പോലെ സ്വന്തം സൗകര്യാർത്ഥം എല്ലാം വാദിക്കും, മറിച്ചും വാദിക്കും. BJPക്ക് ഭരണഘടനയും കോടതിയും പാർലമെന്റും ഒന്നും ബാധകമല്ല. BJPക്ക് ആത്യന്തികമായിട്ട് ബാധകമായിട്ടുള്ളത് അവരുടെ RSS. BJPക്ക് ആത്യന്തികമായി ബാധകമായത് BJPയുടെ RSSന്റെ പ്രത്യയശാസ്ത്രം മാത്രമാണ്. ആ BJPക്ക് മറ്റൊന്നും ബാധകമല്ല. ഇതൊക്കെ താൽക്കാലിക വാദങ്ങളാണ്. ഈ നിയമസഭയും പാർലമെന്റും ഒക്കെ പാസ്സാക്കുന്ന ഇതുപോലുള്ള നിയമങ്ങൾ അത് നാട്ടിലൊരു പൊതുവായിട്ടുള്ള ആവശ്യമാണ്. പാർലമെന്റ് നിയമസഭയിൽ, കേരള നിയമസഭയിൽ ഇതുപോലെ നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. ഇതിനുമേൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ ഇടപെടുമ്പോൾ നിയമനിർമ്മാണത്തിലെ ആ ഒരു പ്രാതിനിധ്യം കുറയുന്നതായി തോന്നുന്നില്ല. ഇതൊന്നും ആദ്യമല്ല. ഏത് നിയമത്തെയും സുപ്രീം കോടതിയിലും നിയമകോടതികളിലും ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട് പൗരന്. ഭരണഘടനയുണ്ട്. അത് BJPക്ക് അറിയില്ല. ഭരണഘടനയും നിയമങ്ങളും കോടതിയുമെല്ലാം അവർക്ക് വേണ്ടി ഹല്ലേലൂയ പാടുമെങ്കിൽ BJPക്ക് അതെല്ലാം വേണം. അല്ലെങ്കിൽ BJPക്ക് അതൊന്നും ബാധകമല്ല. BJPക്ക് കോടതിയെ വിശ്വാസമില്ല, BJPക്ക് ഭരണഘടനയെ വിശ്വാസമില്ല, BJPക്ക് പാർലമെന്റിന്റെ അസംബ്ലി വിശ്വാസമില്ല. BJPക്ക് ഏക വിശ്വാസം ആകപ്പാടെ ഉള്ളത് ഒന്നിൽ മാത്രമാണ്. അത് മനുസ്മൃതിയിലാണ്. സംശയമൊക്കെ മാറി. ഞാൻ പറഞ്ഞതല്ല, BJPക്ക് എന്നാണ് നിയമനിർമ്മാണ സഭയിൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പാസാക്കുന്ന നിയമത്തിൽ കോടതി കടന്നു കയറുന്നതിൽ CPIക്ക് ആശങ്കയുണ്ടോ? CPIയുടെ ആശങ്ക CPI പറഞ്ഞോളാം. അത് BJP കണ്ടപ്പെടേണ്ടതില്ല. ഞാൻ പറയുന്നു, BJP ഇതൊന്നും ആരെയും പഠിപ്പിക്കാൻ പറ്റിയ പാർട്ടിയല്ല. BJPക്ക് ഭരണഘടന, നിയമനിർമ്മാണ സഭകൾ, പാർലമെന്റ്, അസംബ്ലി, നിയമവ്യാഖ്യാനം, കോടതി അതെല്ലാം പുല്ലാണ്. അതിന്റെ എല്ലാം മേൽ മനുസ്മൃതിക്ക് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന BJPയുടെ വാദങ്ങളൊന്നും ഇന്ത്യ അംഗീകരിക്കാൻ പോകുന്നില്ല.
മുനമ്പത്തേക്ക് എത്തിയ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബിഷപ്പുമാരാണെങ്കിലും ചിലരൊക്കെ അതിനോട് യോജിച്ച് അല്ലെങ്കിൽ ഇത് അനുകൂലമായിട്ടൊക്കെ വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ തിരിച്ചറിയുന്നു തോന്നുന്നു. വഖഫിലൂടെ മുനമ്പത്തേക്ക് എത്തിയ ബിജെപിക്ക് വന്ന പോലെ മടങ്ങി പോകാം. ഇപ്പം വന്ന പോലെ പോകാം, അതിനേക്കാളും വേഗത്തിൽ പോകാം. മാറ്റുമല്ലോ. വഞ്ചിക്കപ്പെട്ടു, കബളിപ്പിക്കപ്പെട്ടു എന്നൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ കബളിപ്പിക്കലാണ് ബിജെപി, ഈ വഞ്ചനയാണ് ബിജെപി. ബിജെപിക്ക് ക്രിസ്തീയ സ്നേഹം ഉണ്ടായത് എപ്പോഴാണ്? മുസ്ലിം വിശ്വാസങ്ങൾ ആക്രമിക്കാൻ വേണ്ടി മാത്രമാണ്. മുസ്ലിം ക്രിസ്ത്യൻ വൈരം വളർത്തി കുളം കലക്കി മീൻ പിടിക്കാൻ വന്ന കുറുക്കലാണ് ബിജെപി. ഈ മുനമ്പത്ത് സമരസമിതി അംഗങ്ങൾ ഇന്നലെ പ്രതികരിച്ചത് നിയമസഭയിൽ തീരുമാനമെടുത്ത ജുഡീഷ്യൽ കമ്മീഷൻ കുറച്ചുകൂടി വേഗത്തിൽ സുതാര്യമായി കാര്യങ്ങൾ ചെയ്യണമെന്നതാണ്. CPI ആ കാര്യത്തെ അംഗീകരിക്കുന്നു. CPI അവർക്കറിയാം, ഞങ്ങൾക്ക് അവരുടെ നല്ല ബന്ധമുണ്ട്. ഞങ്ങൾ നിൽക്കുന്നത് അവരുടെ കൂടെ തന്നെയാണ്. CPI മാത്രമല്ല, LDF ഗവൺമെന്റ് നിൽക്കുന്നത് അവരുടെ അവകാശത്തിന് വേണ്ടിയായിരിക്കും. ഇന്നലെയും ഇന്നും നാളെയും. BJP അങ്ങനെയല്ല. അവർക്കറിയാം. ശരി.